ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് വീട്. പ്രത്യേകിച്ച് വാടകയ്ക്ക് താമസിക്കുന്നവരുടെ കാര്യമാണെങ്കിൽ പറയാനുമില്ല. ഏതു വിധേനയും ഒരു വീട് സ്വന്തമാക്കാൻ പരിശ്രമം തുടങ്ങുന്ന മലയാളി പിന്നെ പിടിച്ചാൽ കിട്ടാതെ വീട് പണിയുടെ പിന്നാലെ നീങ്ങും. കുറച്ച് ശ്രദ്ധിച്ചാൽ വീട് നിർമ്മിക്കുന്നതിൽ തെറ്റുകൾ ഒഴിവാക്കി ചെലവ് കുറയ്ക്കുകയും സംതൃപ്ത ഭവനം കരസ്ഥമാക്കുകയും ചെയ്യാം. വീട് എവിടെ വേണം, എത്ര സ്ക്വയർ ഫീറ്റുള്ള വീടാണ് വേണ്ടത്, അതിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും എല്ലാം എങ്ങനെ വേണം, എത്ര മുറികൾ വേണം, അവയുടെ സ്ഥാനം എങ്ങനെ ആയിരിക്കണം, ഏതൊക്കെ നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിക്കണം എന്നിങ്ങനെ മനസ്സിലൊരു കണക്കുകൂട്ടൽ വേണം. അത് നിർമ്മാണ ചെലവിനെക്കുറിച്ച് ഒരു കൃത്യമായ ധാരണ നമുക്ക് തരും. വീട് നിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പ് വീട് പണി സംബന്ധിച്ച പുസ്തകങ്ങൾ, വീഡിയോകൾ, മാഗസിനുകൾ എല്ലാം പരിശോധിക്കുന്നത് നല്ലതാണ്. ചതുരാകൃതിയിലുള്ളതും കിഴക്ക് മുഖമുള്ളതുമായ ഭൂമിയാണ് വീട് പണിയാൻ ഏറ്റവും നല്ലത്. വടക്ക്, വടക്ക് കിഴക്ക്, പടിഞ്ഞാറ് മുഖമുള്ള പ്ലോട്ടുകളും നല്ലത് തന്നെ. പ്ലോട്ടിൻ്റെ കിടപ്പ്, ഉറപ്പ്, ചരിത്രം, ചുറ്റുപാട് ഇതെല്ലാം അറിഞ്ഞിരിക്കണം. ഒരു വാസ്തുവിദഗ്ധൻ്റെ നിർദ്ദേശം ആരായുന്നതിൽ തെറ്റില്ല. ചെറിയ സ്ഥലത്ത് വീട് പണിയുമ്പോൾ ഇരുനില വീടുകൾ തന്നെയാണ് നല്ലത്. കാരണം അടിത്തറയ്ക്ക് വേണ്ടിവരുന്ന ചെലവ് മുകൾ നിലയ്ക്ക് വേണ്ട. കൂടുതൽ സ്ഥലം ഉണ്ടെങ്കിൽ വിശാലമായ ഒറ്റനില വീടുകൾ സ്വപ്നം കാണാം. ഭിത്തികൾ ഇൻ്റർലോക്ക് ബ്രിക്സ് ഉപയോഗിച്ച് പണിതാൽ ചെലവും പണിയും ഒരുപോലെ കുറയും. ഇത് വീടിനുള്ളിൽ തണുപ്പ് നിറയ്ക്കും, പൊളിയില്ല, വിള്ളലും ഉണ്ടാവില്ല. അതുപോലെ അകത്തെ ഭിത്തികൾക്ക് ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്താൽ ചെലവ് കുറഞ്ഞു കിട്ടും, പുട്ടി ഫിനിഷും കിട്ടും. അതിന് മുകളിൽ പെയിൻ്റ് അടിച്ചാൽ മാത്രം മതി. നമ്മുടെ കാലാവസ്ഥയ്ക്ക് 40-45 ഡിഗ്രി ചെരിഞ്ഞ മേൽക്കൂരയുള്ള വീടുകളാണ് നല്ലത്. ഫ്ലാറ്റായി വാർത്ത് ട്രസ് ഇടുന്നതാണ് പുതിയ ട്രെൻഡ്. ട്രസ്സിന് അലൂ സിങ്ക് സെക്ഷനുകൾ ആണ് നല്ലത്. ഇത് തുരുമ്പിക്കില്ല, അതുപോലെ ഭാരവും കുറവാണ്. കളിമണ്ണോട്, സിറാമിക് ഓട്, കോൺക്രീറ്റ് ഓട്, ഷിംഗിൾസ് ഇങ്ങനെ നല്ല ഓടുകൾ പല വിധത്തിലും കിട്ടും. വീടിന് മുകളിൽ പാരപ്പറ്റ് കിട്ടുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗം പിന്നിലേക്ക് കുറച്ച് ചെരിവ് വരുന്ന തരത്തിൽ വേണം തേക്കാൻ. ഇത് മഴവെള്ളം ഭിത്തിയിലേക്ക് ഒലിച്ചിറങ്ങാതെ നോക്കും. മുറികളുടെ എണ്ണത്തിലല്ല, വലിപ്പത്തിലാണ് കാര്യം. ലിവിംഗ് റൂമിന് 13x15 അടിയെങ്കിലും വലിപ്പം വേണം. കിടപ്പുമുറികൾക്ക് കുറഞ്ഞത് 10x13 അടിയെങ്കിലും വലിപ്പം വേണം. അതുപോലെ മുറികളുടെ ഉയരം തറയിൽ നിന്ന് 9 അടി, അതായത് 275 സെൻറ്റിമീറ്റർ ആയിരിക്കണം. ഡബിൾ ഹൈറ്റ് ആണെങ്കിൽ 12-13 അടിയാണ് കണക്ക്. ദീർഘ ചതുരാകൃതിയാണ് മുറികൾക്ക് നല്ലത്. ഫ്ലോറിങ്ങിന് വിട്രിഫൈഡ് ടൈലുകൾ ആണ് നല്ലത്. 6x4 സൈസ് വരെയുള്ള വലിയ ടൈലുകൾ മാർക്കറ്റിൽ കിട്ടും. വീടിന് നല്ല വെന്റിലേഷൻ നൽകണം. ആർച്ചുള്ള ജനാലകൾ വേണ്ട. പ്രധാന വാതിൽ അകത്തേക്ക് തുറക്കുന്ന 2 പാളിയുള്ള വാതിലായിരിക്കണം. ഇങ്ങനെ ചെറുതും വലുതുമായ നിരവധി കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നമ്മുടെ അഭിരുചിക്കും സ്വപ്നത്തിനും ഒത്ത വീട് ബാധ്യതകളില്ലാതെ പണിയാൻ സാധിക്കും. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലെ നല്ല വീഡിയോകളുമായി നമ്മൾ വരുന്നതാണ്. നമസ്കാരം.